നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാനും വചനം കേൾക്കാനുമുള്ള ധാരാളമായ അവസരങ്ങളുള്ള ഒരു തലമുറയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇതൊന്നുമില്ലാത്ത തലമുറയുടെ പോലെയുള്ള ഒരാത്മീയ തീക്ഷ്ണതയോ വിശ്വാസമോ ഈ തലമുറയിൽ കാണുന്നില്ല. കർത്താവെ, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കണം. ദൈവത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയായി തീർന്നത് എങ്ങനെ? ദൈവം വളരെ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ നമ്മെ ഓരോരുത്തരെയും നല്ല മുന്തിരിവള്ളിയായി നട്ടു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഫലം എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അറിയണമെങ്കിൽ അറിയാം. നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ഫലം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹം, ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ വേദനയോട് ചോദിക്കുകയാണ്, ഞാൻ നട്ടത് കാട്ടുമുന്തിരിവള്ളിയല്ല, ഞാൻ നട്ടത് വിശിഷ്ട മുന്തിരിവള്ളിയാണ്. എന്നാൽ എങ്ങനെയാണ് അത് കാട്ടുമുന്തിരിവള്ളിയായി തീർന്നത്? ദൈവം നട്ട ആ വിശിഷ്ട മുന്തിരിവള്ളി എന്തെങ്കിലും കാരണങ്ങൾ കൂടാതെ കാട്ടുമുന്തിരിവള്ളിയായി തീരത്തില്ല. കാരണം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവം ഒരു തോട്ടം ഉണ്ടാക്കിയതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ 1-2 വാക്യങ്ങളിൽ അതിൽ പറയുന്ന ഇങ്ങനെയാണ്: ഫലസമൃദ്ധിയുള്ള ഒരു കുന്നിന്മേൽ, നമുക്കറിയാം ചില മണ്ണ് നല്ല ഫലമുണ്ടാക്കും, ചില മണ്ണ് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള വളരെയധികം ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുന്നിലാണ് നട്ടത്. നട്ടു എന്ന് മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ അത് വന്ന് തിന്നുകളയാതിരിക്കാൻ അതിന് വേലി കെട്ടി, അതിൽ നല്ല രീതിയിൽ അതിന് വേരോട്ടം ഉണ്ടാകാൻ അതിലെ കല്ലുകൾ പെറുക്കി കളഞ്ഞു. അങ്ങനെ ദൈവം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് അത് കാട്ടുമുന്തിരിവള്ളിയായി തീർന്നത്? അത് നാം മനസ്സിലാക്കണം. കാരണം ദൈവം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മെ നട്ടത്. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരികയാണ്. എഫേസ്യ ലേഖനം 3-19 വാക്യം: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയിലും നിങ്ങൾ നിറയപ്പെടുവാനും തന്നെ. നമ്മെ ഓരോരുത്തരെയും ദൈവം രക്ഷിച്ച് ദൈവത്തിൻ്റെ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നൊരു വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: ദൈവത്തിൻ്റെ സർവ്വ പൂർണ്ണതയിലും നിങ്ങൾ നിറയപ്പെടണം. അതായത് ഫലങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു വൃക്ഷമായി നമ്മൾ തീരണം. പ്രത്യേകിച്ച് ഒരു കൃഷിക്കാരന് അറിയാം അതിൻ്റെ വേദന. നമ്മളൊക്കെ വീട്ടിൽ പല കൃഷിയും ചെയ്യാറുണ്ട്. അതൊന്നും നമ്മുടെ ഉപജീവനമൊന്നുമല്ല. നമുക്ക് വേറെ ജോലിയുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ കൃഷി ഉപജീവനമായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു കൃഷി ചെയ്തു, അത് ചെയ്തു കഴിഞ്ഞ് ഫലം പറിക്കാൻ വന്നപ്പോൾ പ്രയോജനമില്ലാത്തൊരു ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാളുടെ വേദന വളരെയധികമാണ്. പ്രത്യേകിച്ചും ഒരു കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള അവരുടെ ഉപജീവനമാണ് അതിലൂടെ അവർ കിട്ടുന്നത്. നമ്മളെപ്പോലെ എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന പോലെയല്ല കൃഷിക്കാരന്. ആ വർഷത്തെ കൃഷിയിൽ നിന്ന് വേണം ഒരു വർഷം ജീവിക്കാൻ. അപ്പോൾ വളരെ
പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഫലം. ഇവിടെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സർവ്വപൂർണ്ണതയിൽ വളരണം, ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെട്ടവരായി നമ്മൾ തീരണം. അങ്ങനെയുള്ളൊരു നിറവിൻ്റെ ജീവിതം ദൈവം പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കളോട് ചോദിച്ചതുപോലെയുള്ള വേദനയുള്ളൊരു ചോദ്യമാണോ ദൈവം നമ്മളോട് ചോദിക്കുന്നത്? എങ്ങനെയാണ് കാട്ടുമുന്തിരി വള്ളിയായിത്തീരുന്നത്? അല്പസമയം എഫേസ്യ ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും നമുക്ക് ഒന്ന് ധ്യാനിക്കാം. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈ എഫേസ്യ ലേഖനം തന്നെ പറയുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ സമ്പന്നതയെക്കുറിച്ചാണ്. ക്രിസ്തുവിലൊരുവനായിക്കഴിഞ്ഞാൽ അവൻ എത്രമാത്രം ഉന്നതനാണ്, എത്രമാത്രം അനുഗ്രഹമുള്ളവനാണ്, എത്രമാത്രം നിറവുള്ളവനാണ് എന്നാണ് ഈ എഫേസ്യ ലേഖനം പറയുന്നത്. ദ റിച്ച്നെസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള സമ്പന്നത. അത് പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ നമ്മൾ ആരായിരുന്നു എന്നാണ് പറയുന്നത്. 1, 2, 3 വാക്യങ്ങൾ. നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ ആയിരുന്നു. അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ചു ആകാശത്തിലെ അധികാരത്തെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപ് നമ്മുടെ ജഡമോഹങ്ങളിൽ ജീവിച്ച് ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും ഇഷ്ടം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ സ്വഭാവത്തിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നാം മുൻപ് ആരായിരുന്നു? കൃഷിയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വായിലിട്ടാൽ ചൊറിയുന്ന, അല്ലെങ്കിൽ അത് കഴിച്ചാൽ മരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും മോശമായൊരു ഫലമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴി അവിടെ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ വളരെ നല്ല കൂണുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രശ്നം കൂണിനെക്കുറിച്ച് അറിയുന്നവന് മാത്രമേ അറിയൂ നല്ല കൂണാണോ ചീത്ത കൂണാണ്. നല്ല കൂണാണെങ്കിൽ അത് നല്ല രുചിയുള്ള ഒരു വിഭവമാണ്. രുചി മാത്രമല്ല, നല്ല ആരോഗ്യം നൽകുന്ന വിഭവമാണ്. മറിച്ച് അത് മോശം കൂണാണെങ്കിൽ അത് മരണത്തിന് കാരണമായിത്തീരും. അപ്പം നമ്മുടെ അവസ്ഥ അതായിരുന്നു. എന്താണ്? നാം മരിച്ചവരാണ്, പാപത്തിൽ മരിച്ചവർ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകുന്നതിൻ്റെ കാരണം നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാരണം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു. വളരെ വേഗത്തിലാണ് നമ്മൾ അഹങ്കാരം വന്ന് കയറുന്നത്. വേഗത്തിലെന്ന് പറഞ്ഞാൽ അഹങ്കാരം നമ്മൾ അന്വേഷിച്ച് പോകുന്ന തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ കയറാതിരിക്കുന്നത് എങ്ങനെ? മറ്റേത് അഹങ്കാരം ഇങ്ങോട്ട് വന്ന് കയറുകയാണ്, അപ്പോൾ ബുദ്ധിമുട്ടി കയറണം. ഇത് അഹങ്കാരം നമ്മൾ അന്വേഷിച്ച് പോകുന്നൊരു തലമുറ. എവിടെ ഒരു പ്രശസ്തി കിട്ടും, എവിടെ ഒരു അംഗീകാരം കിട്ടും, എവിടെ ഒരു കയ്യടി കിട്ടും, ഇങ്ങനെ അതിനുവേണ്ടി ഓടുന്ന ഒരു തലമുറ. ഈ തലമുറയിൽ അഹങ്കാരത്തിൽ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ നമ്മൾ ആരായിരുന്നു എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമാണ്, നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങൾ എവിടെ നിന്നാണ് വെട്ടിയെടുത്തതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ആരും തികഞ്ഞവരായിട്ടോ ക്രിസ്തുവിൻ്റെ മക്കളായിട്ടോ ജനിച്ചവരല്ല. നമ്മളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചവരാണ്. അതായത് ലോകം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു. ആകാശത്തിലെ അധികാരത്തെ അനുസരിച്ചു, പിശാചിനനുസരിച്ച്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നവരാണ്. അങ്ങനെ തകർക്കപ്പെട്ടവരായി, നശിക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കോപപാത്രങ്ങളെന്ന ബൈബിളിൽ പറയുന്നത്, കോപപാത്രങ്ങളായിരുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്കെന്ത് സംഭവിച്ചു? അതാണ് 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തേശുവിൽ നമ്മോടുള്ള ദയയിൽ
തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനും തന്നെ. കൃപയാലാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. കാട്ടുമുന്തിരി വള്ളിയായിട്ടല്ല, നാട്ടുമുന്തിരി വള്ളിയായി ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി ദൈവം നമ്മെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കിയെന്ന് മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഇരുത്തി. എന്നിട്ട് ദൈവം പ്രതീക്ഷയോടുകൂടെ നമ്മളെ നോക്കുകയാണ്. യാന്ത്രികമായിട്ട് നമ്മൾ കാട്ടുമുന്തിരി ആകത്തില്ല. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. കർത്താവെ, ഇന്ന് പകല് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കണേ എന്നുള്ളത് ഒന്നാന്തരം തട്ടിപ്പ് പ്രാർത്ഥനയാണ്. യാദൃശ്ചികമായി പാപങ്ങൾ വരാറില്ല. ഇതെല്ലാം ഒരു ചോയ്സാണ്. പിന്നെ എന്ത് പറ്റി? ചെയ്ത് 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 നമുക്കിപ്പോൾ തിരിച്ചറിവില്ലാതായിത്തീരും. ഈ നുണ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നുണയാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിൽ വരും. അവിടെ നമ്മൾ അറിയത്തില്ല. കോപം, നുണ പറയൽ, സ്വാർത്ഥത, അഹങ്കാരം, കാപഢ്യം എല്ലാം നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുത്ത സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ തന്നു, അരുത് അരുത്. പക്ഷേ അന്ന് നമ്മൾ അതിനെ അവഗണിച്ചു. പതുക്കെ പതുക്കെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. നമുക്കറിയാം, ഡിഫറൻ്റ്ലി ഏബിൾഡായ ആളുകൾ, ഇപ്പോൾ ഒരുപക്ഷെ കൈ ഇല്ലാത്തത് അല്ലെങ്കിൽ കാലില്ലാത്തത്, അവർക്ക് ആദ്യ സമയത്ത് പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ കാല് പോയി അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ കൈ പോയി. ആദ്യത്തെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ കുറവ് അവർ മറ്റ് അവയവങ്ങൾ കൊണ്ട് അതവർ അഡ്ജസ്റ്റ് ചെയ്ത് ആ കുറവ് അവർക്ക് പിന്നെ തോന്നാത്ത വിധത്തിൽ അവരായിത്തീരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാപം തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. പതുക്കെ പതുക്കെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ഞാനത് പറയാനുള്ള കാരണം, പാപങ്ങളൊന്നും അറിയാതെ വന്നു കയറിയതല്ല, അതെല്ലാം നമ്മുടെ ചോയ്സാണ്. അപ്പോൾ പാപത്തിൻ്റെ നാശകൂപത്തിൽ കിടന്നിരുന്ന നമ്മെ കർത്താവ് രക്ഷിച്ചു. കർത്താവിനോടുകൂടെ നമ്മളെ ഇരുത്തി വീണ്ടും 11-ാം വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയും പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ആകയാൽ നിങ്ങൾ മുൻപ് ജന്മം കൊണ്ട് ജാതികളായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. നമുക്കറിയാം, ജന്മം കൊണ്ട് നമ്മൾ ആള് കളിക്കുന്നത് വളരെയധികമാണ്. ജന്മം കൊണ്ട് ഇപ്പോഴും നമ്മൾ ലോകത്തെയാണോ വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെയാണോ എന്ന് വിശ്വസിക്കുന്നത് തെളിയിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഏത് കുടുംബത്തിൽ പിറന്നു പറയാറില്ല, അവൻ ആ കുടുംബത്തിലാണ് പിറന്നത്. അതാര് പറയുന്നു? ലോകം പറയുന്നു. ബൈബിൾ എന്ത് പറയുന്നു? ജന്മം കൊണ്ട് ജാതി. യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ ജാതി എന്ന് പറയുമ്പോൾ നരകത്തിലെ വിറകുള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. നരകത്തിലെ തീ കത്തിക്കാനുള്ള വിറകുള്ളിയാണ് ജാതി. അപ്പം ജന്മം കൊണ്ട് ജാതികളായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇനി വേറെ പ്രശ്നം, പരിച്ഛേദനക്കാർ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അന്നത്തെ കാലത്ത് ആള് കളിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകൾ, ഇന്നത്തെ കാലത്തും ആള് കളിക്കുന്ന ആളുകളുണ്ടെന്ന്. അതാണ് പരിച്ഛേദനക്കാർ. പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ പരിച്ഛേദന ഏൽക്കാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അത് വേറെ വിളി. ജന്മം കൊണ്ട് പോക്കാണ്, പിന്നെ നാട്ടുകാരുടെ അഭിപ്രായത്തിലും പോക്കാണ്. എന്താ പ്രതീക്ഷയും! അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു കഴിഞ്ഞവരും ഇസ്രയേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടികൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളു. 13-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. നിങ്ങൾ യേശുവിനോട് സമീപസ്ഥനായത്, ദൈവത്തോട് സമീപസ്ഥനായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ. എന്നിട്ട് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ
അങ്ങനെ നിങ്ങളായിത്തീർന്നതിൽ ക്രിസ്തുവിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? യേശു ആകുന്നു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന് നടിച്ചു ചുവർ ഇടിച്ചു കളഞ്ഞു. ആരാണ് ഇരുപക്ഷം? ജാതികൾ, യഹൂദന്മാരും. നമ്മളൊക്കെ ജാതികളുടെ ഗണത്തിലാണ്. അപ്പം നമ്മുടെ പ്രശ്നം രണ്ട് മതിലുകളാണ്. ഒന്നാമത്തെ മതിൽ അന്നത്തെ കാലത്തെ ഉയർന്ന ജാതി എന്ന് വിളിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു മതിൽ. അത് ദൈവം എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. 17-ാം വാക്യം, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങളോടും സമീപത്തുള്ളവരോട് സമാധാനം സുവിശേഷിച്ചു. 18-ാമത്തെ വാക്യം, അവൻ മുഖാന്തരം നമുക്ക് ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ കൂട്ടിയിണക്കപ്പെടുകയും കർത്താവിൽ വിശുദ്ധ ആലയമായി വളരുകയും ചെയ്യുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. 2-ാം അധ്യായത്തിൽ നമ്മൾ ആരായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് കാണിച്ചിട്ട് ക്രിസ്തയേശുവിൽ നാം ആരാണെന്ന് പറയുകയാണ്. ദൈവം നമ്മെ, കാട്ടുമുന്തിരിവള്ളിയായിരുന്ന നമ്മെ രൂപാന്തരപ്പെടുത്തി നല്ല മുന്തിരിവള്ളിയായി കൊണ്ടുവന്ന് നട്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം 21-ാമത്തെ വാക്യത്തിൽ, അവനിൽ കെട്ടിടം മുഴുവനും കൂട്ടിയിണക്കപ്പെടുകയും കർത്താവിൽ വിശുദ്ധ ആലയമായി വളരുകയും ചെയ്യണം. ദൈവത്തിൻ്റെ ആലയമായി നാം ഓരോരുത്തരും തീരുവാൻ വേണ്ടി ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തയേശുവിൻ്റെ തടവുകാരനായിരിക്കുന്നു. ഞാൻ 3-ാം അധ്യായത്തിൻ്റെ മുഴുവൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. 19-ാമത്തെ വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സർവ്വപൂർണ്ണതയിലും നിങ്ങൾ നിറയപ്പെടുവാനും തന്നെ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് സത്യത്തിൽ നാം അറിയുന്നുണ്ടോ? അതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. കാട്ടുമുന്തിരിവള്ളിയായി തീരാനുള്ള ഒരു കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അതറിഞ്ഞ് തീരുന്നില്ല, പക്ഷേ അത് കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിമിത്തം തടവുകാരനായിരിക്കുന്നു. 2 അർത്ഥത്തിലും പൗലോസ് തടവുകാരനാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ താൻ ജീവിക്കുന്നു എന്നുള്ള തടവുകാരൻ. 2, അക്ഷരാർത്ഥത്തിലുള്ള തടവുകാരൻ. നമ്മൾ ആദ്യം വായിച്ച ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് നീ മുന്തിരിവള്ളിയായി തീർന്നത്? 31-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു, ഇനിയും നിൻ്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നു. എങ്ങനെയാ കാട്ടുമുന്തിരിവള്ളിയായി തീർന്നത്? കാട്ടുമുന്തിരിവള്ളിയായി തീർന്നത് അവർക്ക് കെട്ടഴിഞ്ഞ് നടക്കണം. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ തടവുകാരൻ. ഒരു കൂട്ടർ കെട്ടഴിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം നാം അറിയുന്നില്ലെങ്കിൽ നാം ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ നമ്മൾ പോകും. അതിൻ്റെ പേരാണ് കെട്ടഴിഞ്ഞ് നടക്കുക. ലോകത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളതിൻ്റെ പുറകെ ഞാൻ ലോകത്തിൻ്റെ പുറകെ ഓടി ഓടി ഒഴിഞ്ഞ പാത്രങ്ങളായി തീർന്ന അനേകരുടെ ചരിത്രം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പറയുന്നു, നിങ്ങൾ 2 തെറ്റുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊട്ടക്കിണറുകളെ കുഴിച്ചു. പൊട്ടക്കിണറുകളുടെ പ്രത്യേകത, എത്ര കുഴിച്ചാലും
കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ല. ഒരിക്കലും എൻ്റെ അങ്കിള് പറഞ്ഞു, അദ്ദേഹം അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് 1,00,000 രൂപ മുടക്കി ഈ കുഴൽക്കിണർ അടിച്ചു. എന്നിട്ട് അവസാനം വന്നത് ചെളിവെള്ളം. അവസാനം അത് കളഞ്ഞു. അന്നത്തെ കാലത്ത് 1,00,000 രൂപ കൊടുത്തു. ഇവിടെ പൗലോസ് തന്നെ പറയുകയാണ്, ഞാൻ തടവുകാരനാണ്. ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കും. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് താഴെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുക. അവിടെ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ഏതൊരു സ്നേഹവും നമ്മൾ മനസ്സിലാക്കുന്നത് സെൻസിലൂടെയാണ്. നോട്ടത്തിലൂടെ, കണ്ണിലൂടെ, കാഴ്ചയിലൂടെ, സ്പർശനത്തിലൂടെ, ഗിഫ്റ്റിലൂടെ ഒരാളെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. സ്നേഹം എല്ലാ സ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം, കർത്താവിന് കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ വിശ്വാസത്തിലാണ്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ നടക്കുന്നത്. ബുദ്ധിയെ കവിയുന്ന, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അളക്കാനോ എടുക്കാനോ കഴിയത്തില്ല. അവിടെയാണ് വെളിപ്പാടിൻ്റെ ആവശ്യം. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ ചിന്തിക്കുന്നത്, ഒന്ന്, നമ്മൾ കാട്ടുമുന്തിരി ആയിട്ടില്ല, അത് അവനവൻ്റെ തിരിച്ചറിവാണ്. രണ്ട്, നമുക്ക് ആവശ്യം പോലെ സ്നേഹമുണ്ടെന്നാണ്. ലോകത്തിൻ്റെ സ്നേഹം നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ആവശ്യം പോലെ സ്നേഹമുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികമാണ്. അതിൽ നമുക്ക് പണിയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, നീ ഒരിക്കലും എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. നമ്മൾ അങ്ങനെ ഒന്ന് കൈവരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൈവരിക്കാൻ സാധ്യതയുള്ള ആളുകളിലാണ് നമ്മുടെ സ്നേഹമൊക്കെ പണിതിരിക്കുന്നത്. പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന, ബുദ്ധിയിൽ അളക്കാൻ കഴിയാത്ത, ഒതുക്കാൻ കഴിയാത്ത ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. എൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസം, നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ട്, മീറ്റിംഗ് ഉണ്ട്, വധുശൈലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വൈകാരികതയില്ല ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. ഒരാൾ നമ്മളോട് കോപത്തോട് സംസാരിച്ചാൽ നമ്മുടെ കണ്ണിൽ വെള്ളം വരും, അല്ലെങ്കിൽ ഗിഫ്റ്റ് പ്രതീക്ഷിച്ച് കിട്ടാതിരുന്നാൽ കണ്ണിൽ വെള്ളം വരും. പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു ഇമോഷണൽ, ഒരു അറ്റാച്ച്മെൻറ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു വൈകാരിക നമുക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സർവ്വപൂർണ്ണതയിലും നിങ്ങൾ നിറയപ്പെടണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ മാത്രമേ എന്നിൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ ഉരുവാകുകയുള്ളൂ. 20-ാമത്തെ വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം സമൃദ്ധിയായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കാൻ കഴിയുന്നവന്. ഈ 20-ാമത്തെ വാക്യത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പ്രോസ്പിരിറ്റി പഠിപ്പിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. ചോദിച്ചതൊരു കാറാണെങ്കിൽ കർത്താവ് തരാൻ പോകുന്നത് 2 or 3 കാർ. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു വീടാണെങ്കിൽ 2-3 വീട്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ചോദിച്ചത് അല്പം സ്നേഹമാണെങ്കിൽ കർത്താവ് പകരുന്നത് അളക്കാൻ കഴിയാത്തതാണ്. അത്യന്തം സമൃദ്ധിയായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കാൻ കഴിയുന്നവന്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതല്ല, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടുകയും കുറയുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ നമുക്കാവശ്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒരടിസ്ഥാനമായി നിൽക്കാൻ കഴിയൂ. അതിൻ്റെ 17-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഒന്ന് ശാന്തമായിരുന്ന് ചിന്തിച്ചാൽ
നമ്മുടെയൊക്കെ ആത്മീക നില എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മുന്നോട്ട് പോകും തോറും കർത്താവിനോട് അടുക്കാനുള്ള സാഹചര്യങ്ങളല്ല ഉണ്ടാകാൻ പോകുന്നത്, കർത്താവിനോട് അകലാനുള്ള സാഹചര്യങ്ങളാണ് ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ പോലും സംസ്കാരങ്ങൾ പോലും ദൈവത്തോട് അടുക്കാനുള്ള കാര്യത്തിലല്ല വളരുന്നത്, മറിച്ച് ദൈവത്തിൽ നിന്ന് അകലാനാണ്. നമുക്കാവശ്യം ഫൗണ്ടേഷൻ. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നിടത്ത് ആ പാലം പണിയുന്ന സമയത്ത് അപ്പോൾ അവർ നന്നായിട്ടാണ് ഫൗണ്ടേഷൻ ഇട്ടത്. അന്ന് ഞാൻ ചിന്തിച്ചു ഇത്ര വലിയ ഫൗണ്ടേഷൻ എന്താണ്. പക്ഷെ പിന്നീട് മനസ്സിലായി, ഓരോ മഴയ്ക്കും വെള്ളം കുത്തി ഒലിക്കുമ്പോൾ ഇത് ഒലിച്ചു പോകത്തില്ലെന്നുള്ള ധൈര്യം അന്ന് ഫൗണ്ടേഷൻ ഇട്ടതാണ്. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള സ്നേഹത്തിലല്ല എങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പൗലോസ് അതാ പറയുന്നത്, അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്. യു ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ സമ്പന്നരാണ്. അതുപോലെ തന്നെയാണ് നമുക്കാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്ത് പരാതി? ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല, നാട്ടുകാർ സ്നേഹിക്കുന്നില്ല, പാസ്റ്റർ സ്നേഹിക്കുന്നില്ല, വിശ്വാസികൾ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിറഞ്ഞ് കവിയുകയാണ്. എത്ര വേണമെങ്കിലും വാങ്ങിക്കുടിക്കാം. കാട്ടുമുന്തിരിയായി തീർന്നു എന്നുള്ള ചോദ്യം ഇതാണ്. ഇത്രയും നാളായിട്ടും ഇപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളെപ്പോഴും ഈ വയലിനെടുത്തുകൊണ്ട് ദുഃഖത്തിൻ്റെ പാട്ടുപാത്തിൻ്റെ കാര്യം എന്താ? എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ ഗിഫ്റ്റാണ് തന്നത്. എൻ്റെ ബർത്ത്ഡേ ഓർത്തില്ല. പൗലോസ് പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ ഒരു റിസർവോയർ. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ പോകുന്നവർക്കറിയാം അത് നാണംകേടാണ് കേരളം. കാരണം ഭാരതപ്പുഴ എന്ന് പേര് മാത്രമേ ഉള്ളൂ, മിക്കവാറും വെള്ളം കാണത്തില്ല. അതേ സമയത്ത് പെരിയാറിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിൽ കൂടെ പോയാൽ ആരും പെരിയാറ് വറ്റി കാണത്തില്ല. ചില പുഴകൾ ഒരിക്കലും വറ്റത്തില്ല, അതെപ്പോഴും നിറഞ്ഞൊഴുകും. ക്രിസ്തുവിൻ്റെ സ്നേഹം അതാണ്, നിറഞ്ഞൊഴുകുകയാണ്. പക്ഷെ എൻ്റെ ചോയ്സാണ് അത് കുടിക്കണം. അത് കുടിച്ചില്ലെങ്കിൽ അടിസ്ഥാനമില്ലെങ്കിൽ നമ്മിൽ വളരുന്നത് കാട്ടുമുന്തിരിങ്ങയാണ്. ഓരോ ദിവസം കഴിയും തോറും ആ സ്നേഹത്തെ, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രൂശിൽ വെളിവാക്കിയ സ്നേഹം, എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന സ്നേഹം, എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട സ്നേഹം, എനിക്ക് വേണ്ടി പരിഹസിക്കപ്പെട്ട സ്നേഹം, ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി പൗലോസ് പറയുന്നതാണ്, ഞാൻ തടവ് പുള്ളിയാണ്. കാര്യം എന്താ? ഈ തടവ് പുള്ളി ഒഴിഞ്ഞ ആളാണോ? നിരാശനാണോ? അല്ല, നിറഞ്ഞ് തുളുമ്പുന്നവനാണ്. കാര്യം എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹം കുടിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ തടവുകാരനാണ്. ആ സ്നേഹത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കും. കെട്ടഴിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ വ്യാജ സ്നേഹങ്ങളാണ്, അത് അഭിനയങ്ങളാണ്, അത് സ്വാർത്ഥപരമായ സ്നേഹമാണ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമാണ്. അതൊന്നും പൂർണ്ണതയുള്ള സ്നേഹമല്ല. പൂർണ്ണതയുള്ള സ്നേഹം നമ്മൾ കാണുന്നത് ക്രൂശിലാണ്, ക്രിസ്തുവിലാണ്. അത് ഒരിക്കലും തീരുന്നില്ല, എത്ര വേണമെങ്കിലും കുടിക്കാം. പഴയൊരു പാട്ടുണ്ട്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നമ്മൾ പട്ടിണി കിടക്കുന്നവരായിരിക്കാം, സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവരായിരിക്കാം, ലോകത്തിൻ്റെ കണ്ണിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം, രോഗം വിട്ടുമാറാതെ നമ്മെ പിന്തുടരുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ആകുമ്പോൾ തന്നെ ആ ക്രൂശിൽ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ ആർക്ക് വേണമെങ്കിലും കുടിക്കാം. പക്ഷേ രണ്ടും കൂടെ നടക്കത്തില്ല. ലോകത്തെ ദൈവത്തെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ഒന്നുകിൽ മായയുടെ പുറകെ നമുക്ക് പോകാം, താൽക്കാലികമായ സ്നേഹം, സ്വാർത്ഥപരമായ സ്നേഹം, അടിസ്ഥാനമിടാൻ കൊള്ളാത്ത സ്നേഹം, അതൊക്കെ അതിൻ്റെ പുറകെയൊക്കെ നമുക്ക് പോകാം. അത് കിട്ടിയില്ലെന്നുള്ള പരാതി നമുക്ക് പറയാം. മറിച്ച് പൗലോസിൻ്റെ പോലെ ക്രിസ്തുവിൻ്റെ തടവുകാരനായിത്തീരാം. വറ്റാത്ത ഉറവിൽ നമുക്ക് കുടിക്കാം. അതിൽ നിന്ന് മാത്രമേ നല്ല മുന്തിരിഫലമുണ്ടാകൂ.
എങ്ങനെയാണ് കാട്ടുമുന്തിരിയായി തീർന്നത്? അതെൻ്റെ ചോയ്സായിരുന്നു, ഞാൻ തിരഞ്ഞെടുത്തതാണ്. പ്രിയ ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ധ്യാനമായി തീരട്ടെ. ക്രിസ്തുവിന് അടിമകളായി നാം തീരട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി തീരട്ടെ. ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ ആലയം പണിയുന്നവരായി നമ്മൾ തീരട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.